കരിയറും തന്റെ കുടുംബജീവിതവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന അപൂർവം ചില നടിമാരിൽ ഒരാളാണ് അമല പോൾ. അടുത്തിടെയാണ് അമലയ്ക്കും ഭർത്താവ് ജഗദീഷായിക്കും ഒരു ആൺകുഞ്ഞു പിറന്നത്. ഇലയെന്നാണ് മകന്റെ പേര്. അമല പോളിനെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവുമാണ് ഭർത്താവ് ജഗദീഷായും. ആദ്യമായി മാതാപിതാക്കളായതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് ഇരുവരും. ഇപ്പോഴിതാ അമ്മയായതിനു ശേഷമുള്ള തന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അമല പോൾ. മലയാളത്തിലൊരു ഓൺലൈൻ വീഡിയോയോടാണ് നടിയുടെ പ്രതികരണം. കുഞ്ഞു ജനിച്ചപ്പോൾ തനിക്ക് തോന്നിയ പേടിയെക്കുറിച്ചും അമല പോൾ സംസാരിക്കുകയാണ്. താൻ തുടക്കത്തിൽ ഇത്തിരിയൊന്ന് ഭയന്നു. കുഞ്ഞുണ്ടെങ്കിൽ എല്ലാവർക്കും പേടിയാണല്ലോ എന്നും നടി പറയുന്നു. എന്നാൽ പക്ഷേ അത്തരത്തിൽ ആ ഒരു എനർജി കൊടുക്കാതെ നല്ല എനർജി കൊടുത്താൽ നമുക്കും കുഞ്ഞിനും സമാധാനം ഉണ്ടാകുമെന്നും അമല പോൾ പറയുകയാണ്. അമ്മയാകുന്നതിനു വേണ്ടി ബേസിക്കായ തയ്യാറെടുപ്പുകൾ തനിക്കുണ്ടായിരുന്നുവെന്നും നടി പറയുന്നുണ്ട്. എന്തെന്നാൽ നമുക്കൊരു പരിധിക്കപ്പുറം അറിയാത്തൊരു കാര്യമാണിത്. മുൻപ് നമുക്ക് അനുഭവമില്ലല്ലോ. എന്നാൽ പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ തന്നെക്കാളും വളരെ കൂളായി ഹാൻഡിൽ ചെയ്തത് തന്റെ ഭർത്താവ് ജഗത് ആണെന്നാണ് അമല അപ്പോൾ പറയുന്നത്. താൻ ഇതിനു മുൻപ് അച്ഛനായി പരിചയമുണ്ടോ എന്ന് ജഗത്തിനോട് താൻ ആ ഒരു സമയത്ത് ചോദിച്ചുവെന്നും അമല അപ്പോൾ പറയുന്നുണ്ട്. മാത്രമല്ല തന്നെയും കുഞ്ഞിനെയും നന്നായി തന്നെയാണ് ഭർത്താവ് നോക്കുന്നതെന്നും അമല അപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാരലൽ യൂണിവേഴ്സിൽ താൻ വിശ്വസിക്കുന്നുവെന്നാണ് നടി അമല അപ്പോൾ പറയുന്നത്. മറ്റുള്ളവർക്ക് വട്ടായി തോന്നുന്ന എന്നാൽ പക്ഷേ താൻ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ടെന്നും അമല അപ്പോൾ പറയുന്നുണ്ട്. ജഗിനെ തന്റെ വിഷനിൽ മുമ്പ് താൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കണമെന്നില്ല എന്നും ഒരു പ്ലാൻ സെറമണിയുടെ മെഡിറ്റേഷനിൽ തനിക്ക് ജഗിന്റെ മുഖം പോലെ ഒരു മുഖം വിഷനായി വന്നിട്ടുണ്ടെന്നുമൊക്കെ അമല അപ്പോൾ പറയുന്നുണ്ട്. ഒരേ കാര്യം പല റിയാലിറ്റിയിലും നിലനിൽക്കുന്നുണ്ട് എന്നാണ് അമല അപ്പോൾ ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. തന്നെ ശക്തിയാക്കിയ ഘടകം ജീവിതത്തിന്റെ അനുഭവങ്ങളാണെന്നും അമല അപ്പോൾ ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുകയാണ്. പരമാവധി കോൺഷ്യസ് ആയി ജീവിക്കുവാൻ ശ്രമിക്കുന്ന ഒരാളാണ് താനെന്നും അമല അപ്പോൾ പറയുന്നുണ്ട്. ഒരു കുഞ്ഞ് ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും സന്തോഷമെന്ന് ചോദിച്ചാൽ കുഞ്ഞ് നമ്മളെ അവെയർ ആക്കുമെന്നത് തന്നെയാണ് കാര്യമെന്നും നടി പറയുന്നുണ്ട്. ലോസ്റ്റ് ആയിരിക്കുവാൻ നമുക്ക് പറ്റില്ല. മുൻപാണെങ്കിൽ 10-12 മണിക്കൂർ ഉറങ്ങിയാലും തനിക്ക് പിന്നെയും ക്ഷീണമായിരിക്കും. ഇത് പക്ഷേ 3-4 മണിക്കൂർ ഉറങ്ങിയാലും തനിക്ക് അതൊന്നും തോന്നില്ല എന്നുമാണ് നടി പറയുന്നത്. എല്ലാം ഒരു അലൈൻമെന്റ് ആണ്. ഇല വരുന്നതിന് മുമ്പേ തനിക്ക് അറിയാമായിരുന്നു ഒരു ബേബി തന്നിലേക്ക് വരുവാൻ സമയമായി എന്ന്. 3-4 വർഷം തൻ്റെ ഒരു ഹീലിംഗ് ജേർണി ഉണ്ടായിരുന്നുവെന്നും നടി പറയുന്നുണ്ട്. അത് ഈ ഒരു കുഞ്ഞിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ് എന്നും അമല പോൾ പറയുകയാണ്. ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എന്താണ് ഇത് തന്നെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് താൻ ചിന്തിക്കുന്നതെന്നും നടി പറയുന്നുണ്ട്. അങ്ങനെ ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താനെന്നും അമല പോൾ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ട്ണർക്ക് വളരെ ഫ്രീഡം കൊടുക്കുന്ന ഒരാളാണ് താനെന്നും അമല പോൾ പറയുന്നുണ്ട്. മിക്കപ്പോഴും ജോലി സംബന്ധമായൊക്കെ ജഗത്ത് ഗോവയിലായിരിക്കും ഉള്ളത്. അവിടെ വെച്ച് ഫ്രണ്ട്സിനൊപ്പമൊക്കെ പുറത്തു പോകുമ്പോൾ തന്നെ വിളിച്ചിട്ട് നീ എന്താണ് എന്നെ വിളിക്കാത്തതെന്നൊക്കെ ജഗത്ത് ചോദിക്കാറുണ്ട്. നിങ്ങൾ പാർട്ടിയിലല്ലേ, എന്തിനാണ് താൻ പിന്നെ വിളിക്കുന്നതെന്ന് ഞാൻ തിരിച്ചു ചോദിക്കുമെന്നും നടി പറയുന്നുണ്ട്. പുള്ളി എപ്പോഴും താനുമായി ടച്ചിലുണ്ടാകും. എന്നാൽ പക്ഷേ തനിക്ക് സ്പേസാണ് ഇഷ്ടമെന്നും നടി പറയുന്നുണ്ട്. പക്ഷെ വഴക്കിടുന്നതിന് തങ്ങൾക്കിടയിൽ കുറവുകളൊന്നുമില്ല എന്നും സ്നേഹത്തിനും അത്രയും ആഴമുണ്ടെന്നും അമല പോൾ വ്യക്തമാക്കുന്നു. ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.